സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ദൈവത്തിങ്കൽ നിന്ന് അയക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ടവൻ, ദൈവം അയച്ച വ്യക്തി, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, ദൈവം വിളിച്ചതായ വ്യക്തി, ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും ഒരുക്കുന്നതിന് വേണ്ടി ദൈവം അയക്കപ്പെട്ട വ്യക്തി. ഇന്ന് അനേകം ആളുകളും അയക്കപ്പെട്ടവരായിരിക്കുന്നില്ല, അവർ സ്വയമായി വന്നിരിക്കുന്നവരാകുന്നു. ഈ കാലത്ത് അവർ ദൈവത്തിൻ്റെ വാക്കുകളല്ലാതെ സ്വന്തം വാക്കുകൾ പറയുന്നവരായിരിക്കുന്നു. യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വാർദ്ധക്യകാലത്തായിരുന്ന സക്രിയാവ് ദമ്പതികൾക്കായിരുന്നു യോഹന്നാൻ ജനിച്ചത്. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ കണ്ടവനാണ്. എന്നെ കണ്ടു, നിന്നെ കണ്ടു. പ്രധാനമായും രക്ഷിക്കപ്പെട്ടതായ വ്യക്തികളെ എല്ലാം കർത്താവിൻ്റെ നാമത്തെ വിശ്വസിച്ച് അകത്തേക്ക് വന്നവരെ നോക്കൂ. വെളിയിൽ അനേകം ആളുകൾ ഉണ്ട്, കോടിക്കണക്കിന് ആളുകൾ പ്രപഞ്ചത്തിൽ ഉണ്ട്. എന്നാൽ ദൈവം നമ്മെ കാണുവാനിടയായി. നിന്റെ കുടുംബത്തിൽ ദൈവം നിന്നെ കാണുവാൻ ഇടയായി. നിന്റെ കുടുംബത്തെ അവൻ തിരഞ്ഞെടുക്കുകയുണ്ടായി. നിന്നെ ദൈവം തിരഞ്ഞെടുക്കുകയുണ്ടായി. നിന്നെ ഇപ്പോഴല്ല കണ്ടത്, അവൻ എപ്പോഴാണ് കണ്ടത്? ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് മുൻപ് തന്നെ നിന്നെ കാണുവാനിടയായി. യേശുവിനെ അറിയുക എന്നതെന്ന് എത്ര ഭാഗ്യകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പൂർണ്ണമായി മാനസാന്തരപ്പെട്ടോ എന്നത് മാറ്റിവെക്കുക. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു കർത്താവ് എന്ന വിശ്വാസം നിന്നിൽ വന്നിരിക്കുകയാണല്ലോ. യേശുവിൽ വിശ്വസിക്കണം എന്ന ആഗ്രഹം നിന്നിലേക്ക് വന്നത് നോക്കൂ. മീറ്റിങ്ങിന് പോകണമെന്ന ആശ നിന്നിലേക്ക് വന്നത് നോക്കൂ. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഉള്ളതുകൊണ്ട് ആണ്, ദൈവം ആകർഷിച്ചത് കൊണ്ട് ആണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഉള്ളവനായ നീ ആ വിഷയം നീ മനസ്സിലാക്കുമ്പോൾ നീ ഭാഗ്യവാനായി തീരും. അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം അവനെ അറിയുവാനിടയായത്. അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എന്ന കാര്യം നാം അറിഞ്ഞിട്ടും നാം അവനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തെറ്റാണ്. നാം അവനെ അറിഞ്ഞിരിക്കുന്നു, അത് നാം തിരിച്ചറിയുന്ന സമയത്ത് നാം ഭാഗ്യവാന്മാരായി തീരും. ചില സമയത്ത് വചനത്തിൽ കൂടി നാം മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. എന്നാൽ ഈ ദിവസം എനിക്ക് കർത്താവ് തന്ന ദർശനം എന്താണെന്ന് വെച്ചാൽ, മാതാവിന്റെ ഉദരത്തിൽ വരുന്നതിന് മുൻപേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മിൽ ചിലരെ കാണുവാനിടയായി. ആരെയാണോ അവൻ കണ്ടത് അവരെ വിളിച്ചു, അവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അവരെ ദൈവത്തിൻ്റെ നാമത്തിന്, അവൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുവാനിടയായി. ദൈവം ആഗ്രഹിച്ചു. ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് യോഹന്നാൻ ജനിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്ന് പറയാനിടയായി, ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. 7-8 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയായിരുന്ന സമയത്താണ് ഈ കുഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് ജനിക്കുവാൻ ഇടയായത്. ഇപ്പോൾ വീണ്ടും ഇതാ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് 45-50 വയസ്സ് പ്രായമായി. ഇപ്പോൾ എന്തിനാണ് കർത്താവ് ഈ കുഞ്ഞിനെ നൽകിയത്? എന്താണ് കുഞ്ഞിപ്പോൾ ജനിക്കാൻ ഇത്രയോ വലിയ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് വന്നത്? ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. ആ പെൺകുട്ടിയെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ എലിസബത്തിനും സക്കരിയാവിനും വാർദ്ധക്യ സമയത്ത് എന്തുകൊണ്ട് കുഞ്ഞിനെ കൊടുത്തു? ആ തക്ക സമയമായപ്പോൾ ദൈവം കൊടുത്തു, കാരണം ദൈവത്തിന്റെ പദ്ധതി ഉള്ളതുകൊണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് കേവലം 6 മാസം മുമ്പാണ് സ്നാപക യോഹന്നാൻ ജനിക്കുവാൻ ഇടയായത്. മറിയ ഗർഭവതിയായിരുന്നപ്പോൾ 3-ാം മാസത്തിൽ അവരുടെ ഭവനത്തിലേക്ക് ചെന്ന് മറിയയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ശിശുവിനെ കണ്ടിട്ട് എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു എന്തു ചെയ്തെന്നാണ് ബൈബിളിൽ പറയുന്നത്? കുതിക്കുവാനിടയായി എന്നാണ്. മാതാവിന്റെ ഗർഭത്തിൽ വെച്ച് തുള്ളിച്ചാടി. അത് മാതാവിന് മാത്രമാണ് മനസ്സിലായത്. എന്നാൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ പദ്ധതിയും ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതായ കാര്യം സത്യമായി മനസ്സിലാക്കുന്നുണ്ടോ? ജനിക്കുന്ന സമയത്ത് അവൻ വലിയ ആളാകും, അതുകൊണ്ട് യോഹന്നാൻ എന്ന് പേർ വിളിക്കുമെന്ന് പറഞ്ഞു. ആ യോഹന്നാൻ വളർന്നു വന്നപ്പോൾ യൗവനപ്രായമായ സമയത്ത് എത്രയോ യൗവനക്കാരെ കുറിച്ച് ചിന്തിക്കുക. യൗവനപ്രായത്തിലാകുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്?
ദൈവം എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്? എന്തുകൊണ്ടാണ് കർത്താവിനെ തിരഞ്ഞെടുത്തത്? എനിക്ക് എന്തുകൊണ്ടാണ് ഭക്തിയുള്ള മാതാപിതാക്കളെ തന്നത്? എന്തുകൊണ്ട് ഞാൻ ആലയത്തിൽ പോകുന്ന ഒരു വ്യക്തിയാക്കി ദൈവം മാറ്റി? എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, അവന്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബാല്യകാലത്തിൽ തന്നെ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 12 വയസ്സ് പ്രായം വരെയാണ് ഒരു കുഞ്ഞിന്റെ ബാല്യകാലമായി വിളിക്കപ്പെടുന്നത്. ആ സമയം വരെ മാതാപിതാക്കൾ പറയുന്നതെല്ലാം അവർ മാതാപിതാക്കളെ അനുസരിക്കും. എന്നാൽ 12 മുതൽ 19 വയസ്സ് പ്രായം വരെ ആ ടീനേജ് സമയത്ത് അവർക്ക് ദുശീലങ്ങൾ തുടങ്ങാനിടയാകും, അനുസരണക്കേട് കാണിക്കാനിടയാകും, അവരുടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അവർ ആരംഭിക്കും. അത് മാതാപിതാക്കൾ വിചാരിക്കും അവൻ ഇപ്പോഴും കുഞ്ഞാണ്, 17-18 വയസ്സേ ഉള്ളൂ. എന്നാൽ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. എന്നാൽ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: 17-18 ആയപ്പോൾ അവർ 30 വയസ്സ് പ്രായമുള്ളവരെ പോലെയാകുന്നു, എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയവനായിരിക്കുന്നു എന്ന ചിന്തയാണ്. എന്നാൽ അവർ മുതിർന്നിട്ടുമില്ല, അവർ കൊച്ചു ബാല്യക്കാരനുമല്ല. ഇതിന്റെ മധ്യത്തിലുള്ള ഒരു ജീവിതമാണ്, ടീനേജ് പ്രായത്തിലാണ് ആയിരിക്കുന്നത്. ഇത് ഡേഞ്ചറസ് ഏജ് ആണ്. സ്വയമേ തീരുമാനിക്കാനിടയാകും, എന്നാൽ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തി കാണുകയുമില്ല. സ്വയമേ ജീവിക്കുവാൻ ആഗ്രഹിക്കും, എന്നാൽ അതിനുള്ള പ്രാപ്തി കാണില്ല. എന്തെങ്കിലുമൊക്കെ സ്വയമേ ചിന്തിക്കാൻ ആഗ്രഹിക്കും, അതിനുള്ള പ്രാപ്തി കാണുകയില്ല. അതുകൊണ്ടാണ് ടീനേജ് പ്രായത്തിൽ ഉള്ളവർ ആ സമയത്ത് കർത്താവിന്റെ കയ്യിൽ വീഴുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്താൽ വളരുകയാണെങ്കിൽ, ദൈവത്തിൽ ഭക്തിയോടെ വളരുകയാണെങ്കിൽ, അവർ വലുതായി വരുന്നതായ സമയത്ത് ഉന്നത വ്യക്തികളായി തീരുവാൻ ഇടയാകും. അനേക മിഷണറിമാരുടെ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്ന അനേകം മിഷണറിമാരുടെ ജീവിതം അവർ എപ്പോഴാണ് മാറിയതെന്ന് അവർ ജീവിത ചരിത്രം നോക്കിയാൽ 17, 18, 19 വയസ്സുകളിലാണ് അവർക്ക് മാറ്റം ഉണ്ടാകുന്നത്. പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാവുകയുണ്ടായി. അതല്ലാതെ 50, 60 വയസ്സിൽ മാറിയ ആരും തന്നെ വലിയ ദൈവദാസന്മാർ ആയിട്ടില്ല. ദൈവം എന്തോ വലിയ ഉദ്ദേശത്തോടുകൂടി നിന്നെ സ്നേഹിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തു. യോഹന്നാനുമേൽ ദൈവത്തിന് വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യേശുക്രിസ്തു വരുന്നതിന് മുൻപ് അവനായിട്ട് വഴി ഒരുക്കുവാനാണ് യോഹന്നാനെ ദൈവം സൃഷ്ടിച്ചത്. ആ കാലത്ത് ഏകദേശം 300-400 വർഷങ്ങൾ മലാഖി പ്രവചനം കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം വരെ പ്രവാചകന്മാർ ആരും വന്നില്ല. ഇസ്രായേൽ ജനം ചിതറിപ്പോകാനിടയായി. ഓരോരുത്തരും പല പല ദേശങ്ങളിൽ ചിതറിക്കപ്പെട്ടു. അതൊരു ഇരുളടഞ്ഞ കാലഘട്ടമായാണ് വിളിക്കപ്പെടുന്നത്. മിശിഹ വരാനിടയാകും, നമ്മെ ഉപദേശിക്കാനിടയാകും, നമ്മെ നടത്തുവാൻ ഒരു ദൈവദാസന്മാരുമില്ല, നമ്മെ നടത്താൻ ആരുമില്ല എന്ന് പറഞ്ഞവർ ചിതറിപ്പോയി. റോമക്കാരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ അകപ്പെട്ട് തകർക്കപ്പെട്ട് കഷ്ടപ്പെട്ട് അവർ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒറ്റ പ്രാവശ്യമായി യോഹന്നാൻ ഇറങ്ങി വന്നതായ സമയം, അല്പം പോലും കലർപ്പ് ഇല്ലാതെ വ്യക്തമായി ദൈവവചനം പ്രസംഗിക്കാൻ ആരംഭിച്ച സമയങ്ങളിൽ അവനൊരു പുൾപിറ്റുമില്ലായിരുന്നു, ഒരു ചർച്ചുമില്ലായിരുന്നു, ഒരു മൈക്കും ഒന്നുമില്ലായിരുന്നു. മരുഭൂപ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ നോക്കിക്കൊണ്ട് സർപ്പസന്തതികളെ എന്ന് വിളിച്ചപ്പോൾ അവർ അത് കേട്ട് ഓടിപ്പോയി. എറിയാൻ കല്ലുകൊണ്ട് വന്നില്ല, അടിക്കാൻ വടിയുമായിട്ട് വന്നില്ല, അവർ അവനെ തല്ലുവാൻ വേണ്ടി വന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ക്രിസ്തീയ ലോകത്തിൽ പറയപ്പെടേണ്ട സന്ദേശം എന്താണെന്നറിയാമോ? മാനസാന്തരം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക, ആത്മാവിനെ പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാത്തവർക്ക് എങ്ങനെയാണ് അഭിഷേകം കിട്ടുന്നത്? മനസ്സു മാറാത്തവന്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകണം. അത് അറിവില്ലായ്മയാണ്. മാനസാന്തരപ്പെട്ട് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് സ്നാനപ്പെടുക. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഒരു ഓർഡറിലാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഈ കാലത്തെ ഉപദേശങ്ങളിൽ മാനസാന്തരപ്പെടാതെ തന്നെ പുറമേയുള്ളതായ ഭക്തി, പേരിനുള്ള ഭക്തി, പുറമേ വേഷധാരണങ്ങൾ മാറുന്നു, ആചാരങ്ങൾ മാറുന്നു, എന്നാൽ മനസ്സ് മാത്രം മാറുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം ഇന്ന് പരിഹാസത്തിനിടയായി തീരുന്നത്. ഹൃദയം മാറുന്ന സമയത്ത് ജീവിതത്തിൽ മാറ്റം വരുവാനിടയാകും. ആ കാലത്ത് യെഹെസ്കേൽ പ്രവാചകനിലൂടെ യഹൂദ ജനത്തോട് ദൈവം പറയുവാൻ ഇടയായി, നിങ്ങളുടെ ഹൃദയത്തിന്റെ അശുദ്ധിയെ ഞാൻ കഴുകി നൽകാം, പുതിയൊരു ഹൃദയത്തെ, പുതിയൊരു ജീവിതം ഞാൻ നിങ്ങൾക്ക് നൽകാം. ആരെങ്കിലും ക്രിസ്ത്യാനിത്വം എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടി പുതിയ ഒരു ഹൃദയവും പുതിയ ഒരു സ്വഭാവവുമാണെന്നാണ്. പുതിയ ഹൃദയവും പുതിയ ജീവിതവും ഇല്ലാത്തവരായി, ഞാനൊരു മദ്യപാനിയാകുന്നു, ഞാൻ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, അത് കർത്താവേ നന്ദി, ഈ ചാരായം നൽകിയതിനായിട്ട് എത്രയോ ആളുകൾ ചാരായം ലഭിക്കാതെ ഇന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. കർത്താവേ നീ വലിയൊരു ദൈവമാണ്, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്റെ മേൽ കൃപ കാണിച്ചതിനായിട്ട് നന്ദി കർത്താവേ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നുണ്ട്. എന്നെ ദൈവത്തിന് എത്രമാത്രം സ്നേഹമാണെന്നറിയാമോ? ഒരു നേരം പോലും മദ്യമില്ലാതെ എൻ്റെ ജീവിതത്തിൽ നീ അനുവദിക്കുന്നില്ലല്ലോ കർത്താവേ. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പിന്നെ ഭക്തിയുടെ കാര്യങ്ങളെല്ലാം പുറമെ വേറെയുമുണ്ട്. സർവശക്തിയുള്ള ദൈവമാണ്, സർവാധികാരിയാണ്. എന്താണ്?
ഇത് ഭക്തിയല്ല, ഹൃദയം മാറണം. രീതികളും ആചാരങ്ങളും അല്ല മാറേണ്ടത്. ഇന്ന് അനേകം ആളുകൾ തങ്ങളുടെ ഭക്തിയെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നില്ല. സ്നാപക യോഹന്നാൻ വ്യക്തമായി വിളിച്ചു പറയുവാനിടയായി, ആത്മാക്കളെ നേടണമെങ്കിൽ ഒരു ലോജിക്കൊക്കെ ഉണ്ടായിരിക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്പസ്വല്പമൊക്കെ നമ്മൾ മൃദുത്വം കാണിക്കണം. സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ ഉപദേശങ്ങൾ എങ്ങനെയാണ്? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിന്റെ അടുക്കലേക്ക് ജനത്തെ കൊണ്ടുവരേണ്ടതല്ലയോ? ഇതിനെയൊന്നും ആവശ്യമില്ല. നിന്റെ അടുക്കൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, നിന്നിൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, നീ വചനങ്ങൾ വ്യക്തമായി ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ മനുഷ്യർ ഓടി വരുവാനിടയാകും. എന്താണ് ഉപദേശിച്ചത്? സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. സർപ്പസന്തതികളെ, പിശാചിന്റെ സന്തതികളെ, നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കി അബ്രഹാമിന്റെ സന്തതികളെന്നും ദൈവത്തിന്റെ മക്കളെന്നും വിളിക്കുന്നു. നാണമില്ലേ? നിങ്ങളുടെ പേരിനും പ്രവൃത്തിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ പിശാചിന്റെ സന്തതികളാകുന്നു. പിശാച് കള്ളനാണ്, അവൻ അപവാദിയാണ്. കള്ളം പറയുന്നവൻ എങ്ങനെയാണ് ദൈവത്തിന്റെ സന്തതിയാകുന്നത്? കള്ളം പറയുന്നവൻ അവന്റെ ജീവിതത്തിൽ കോപവും പകയും മദ്യപാനവും വ്യഭിചാരവും ഒക്കെ നീചമായ കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന്റെ മക്കളെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? പിശാചിന്റെ സന്തതികളാകുന്നു നിങ്ങൾ, സർപ്പസന്തതികളാകുന്നു നിങ്ങൾ, സാത്താന്റെ സന്തതികളാകുന്നു നിങ്ങൾ. നിങ്ങളെ ഉപദേശിക്കുവാൻ ആരുമില്ലേ? മാനസാന്തരപ്പെടുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്കൂ. ഫലം എവിടെ? ഫലമില്ലാതെ വെറുതെ ഭക്തി മാത്രം പറയുന്നു. ഫലം കായ്ക്കുക. ഇങ്ങനെ ശാസിച്ചാൽ മനുഷ്യർ വരാനിടയാകുമോ? ഇങ്ങനെ വചനം പ്രസംഗിച്ചാൽ മനുഷ്യർ വരുവാനിടയാകുമോ എന്ന് ചിന്തിക്കുവാനിടയായില്ല. വ്യക്തമായി വചനം സംസാരിച്ചു. 6 മാസം മാത്രമാണ് സ്നാപക യോഹന്നാൻ വചനം പ്രസംഗിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചവന്മാരിൽ ആരും തന്നെ ഇവനേക്കാൾ വലിയവൻ ആരും ഇല്ല എന്ന്. ആളിക്കത്തുന്ന പന്തം പോലെയായിരുന്നു യോഹന്നാൻ. ആളിപ്പടരുന്ന അഗ്നി, ജ്വലിക്കുന്ന പന്തമായിരുന്നു, പ്രകാശിക്കുന്ന വെളിച്ചമായിരുന്നു. ആ തീഷ്ണതയോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനിടയായി. വ്യക്തമായി ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനിടയായി. ആ പ്രസംഗം കേട്ട് ജനങ്ങളെല്ലാം ഓടി വരാനിടയായി. നീയാണോ വരുവാനുള്ള മിശിഹ? ഞാനല്ല. പിന്നെ നീ ആരാണ്? ഏലിയാവാണോ? അല്ല, അല്ല. പിന്നെ നീ ആരാണ്? പറയൂ. ഇത്ര ശക്തിയോടെ നീ ദൈവവചനം പ്രസംഗിക്കുന്നു. ഇത്രയധികം ആളുകൾ ഓടിക്കൂടുന്നു വചനം കേട്ടിട്ട്. അനേകരെ നീ സ്നാനപ്പെടുത്തുവാനിടയാകുന്നു. നിന്റെ വസ്ത്രം നോക്കുമ്പോൾ തോൽ ധരിച്ചിരിക്കുന്നു. നിന്റെ ഭക്ഷണം നോക്കിയാൽ തേനാകുന്നു. വെട്ടുക്കിളിയെയും നീ കഴിക്കുന്നു. അതുപോലെയാണ് നിന്റെ താമസവും പ്രത്യേകതയാകുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ജനം നിന്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്നത്? നീ ആരാണ്? നീയാണോ വരുവാനുള്ളതായ മിശിഹ? ഞാനാണെന്ന് പറഞ്ഞോ? ഞാനല്ല മിശിഹ, ഞാനല്ല, ക്രിസ്തുവത്രേ. പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവത്രേ എന്ന് പറയാനിടയായി. ഇനി ഞാനല്ല, ക്രിസ്തുവാണ്. ഞാൻ മരിക്കണം, ക്രിസ്തു എഴുന്നേൽക്കണം എന്നിൽ കൂടി. പിന്നെ ആരാണ്? ഏലിയാവാണോ? പ്രവാചകനാണോ? ആരാണ്? ഞാനല്ല, മറിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതായ ഒരു ശബ്ദമാണ്. ഒരു ഉച്ചത്തിലുള്ള ശബ്ദമാകുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ആ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ വന്ന് അലയ്ക്കുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ശബ്ദം എങ്ങനെയുള്ളതാ? വലുതാണോ, ചെറുതാണോ, കറുത്തതാണോ, വെളുത്തതാണോ? എങ്ങനെയാണ് ഇരിക്കുന്നത്? ശബ്ദം അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, എന്നാൽ അതിനെ കാണാൻ കഴിയില്ല, അതിനെ കാണില്ല. ഞാൻ കാണപ്പെടാതെ സേവ ചെയ്യണം. യോഹന്നാൻ യഥാർത്ഥ ദൈവദാസനായിരുന്നു. വ്യക്തമായി ദൈവവചനം പ്രസംഗിച്ചു. ഉള്ളതുപോലെ സംസാരിച്ചു. മാനസാന്തരത്തെക്കുറിച്ച് സംസാരിച്ചു. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് സംസാരിച്ചു. വരുവാനുള്ളതായ നാശം. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുടുംബത്തിൽ മരണമുണ്ടായെന്ന് ചിലർ ചോദിക്കും. അതായത് യേശുവിൽ വിശ്വസിച്ചാൽ നാം മരിക്കുകയില്ലേ? നാം മരിക്കാതിരിക്കുവാനാണോ കർത്താവിൽ വിശ്വസിക്കുന്നത്? യേശുവിൽ വിശ്വസിച്ചാലും നാം മരിക്കും, വിശ്വസിച്ചില്ല എങ്കിലും മരിക്കും. യേശുവിൽ വിശ്വസിച്ചാലും രോഗമുണ്ടാകും, വിശ്വസിക്കാത്തവർക്കും രോഗമുണ്ടാകും. യേശുവിൽ വിശ്വസിച്ചവർക്കും നഷ്ടങ്ങൾ ഉണ്ടാകും, വിശ്വസിക്കാത്തവർക്കും നഷ്ടങ്ങൾ ഉണ്ടാകും. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? പറയുക നിങ്ങൾ. നമ്മളിപ്പോൾ പറയുന്നത് അനേകം ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത്? പോകും, മരിക്കും, അടക്കപ്പെടും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുവാനിടയായത്? എന്തിനാണ്? വേസ്റ്റ് ആണോ? ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയല്ല. യഥാർത്ഥ ഒരു മരണമുണ്ട്, രണ്ടാം മരണം. അഗ്നി നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും അഗ്നി നരകത്തിൽ തള്ളിയിടും. രണ്ടാം മരണത്തിന് അവർ യോഗ്യരായിത്തീരും.
അഗ്നി, നരകം, ഈ ലോകത്തിലെ മരണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞങ്ങ് പോകും. പെട്ടെന്ന് മരിക്കാനിടയാകും. എന്താണ് ആക്സിഡന്റ് പെട്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മരിക്കാനിടയാകും. അതല്ലാതെ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അങ്ങനെ മരിക്കുകയില്ല. മരണമെന്നത് പെട്ടെന്ന് വരുവാനിടയാകും. എന്നാൽ ആ മരണം നാം മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത്. ഈ ശരീരം മണ്ണാണ്, മണ്ണിനോട് ചേരാനിടയാകും. നമുക്ക് ദൈവം ശ്വാസം ഊതി തരികയാണ്. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് ശ്വാസം ഊതിയപ്പോൾ ശ്വാസം എങ്ങനെയാണ് ഊതി തന്നത്? അതായത് എങ്ങനെ ഊതി? നാസ്വാദ്വാരങ്ങളിലൂടെ ഊതിയെന്നാണ്, അല്ലാതെ വെളിയിലോട്ട് മാറി എന്നിട്ട് എന്ന് ഊതിയതല്ല. അതായത് അവൻ മുഖമടുപ്പിച്ച്, ആദാമിന്റെ മുഖത്തോട് മുഖമടുപ്പിച്ച് അവന്റെ മൂക്കിൽ അവന്റെ വായ് വെച്ച് എന്നാണ് ഊതിയത്. അതായത് ദൈവം മനുഷ്യനോട് എത്ര അടുത്ത് ആയിരിക്കുന്നു. മൂക്കിനും വായ്ക്കും തമ്മിൽ എത്ര ദൂരമുണ്ട്? 1 ഇഞ്ചാണോ 2 ഇഞ്ചാണോ? അത്രയേ ഉള്ളൂ. അങ്ങനെ ദൈവം ഊതിയ ശ്വാസമുണ്ട് നമ്മിൽ. അത് മരിക്കുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് മരിക്കുകയില്ല. ആത്മാവ് മരിക്കില്ല. മണ്ണായ ശരീരം മണ്ണിനോട് ചേരുവാൻ ഇടയാകും. ദൈവം അയച്ചതായ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ ഇടയാകും. മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥമായ ജീവിതം. ഇതെത്ര ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടിയല്ല നാം കർത്താവിൽ വിശ്വസിക്കുന്നത്. മരണത്തിന് ശേഷമുള്ളതായ നിത്യജീവന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരില്ല എന്ന് സത്യം കർത്താവ് വിളിച്ചു പറയാനിടയായി. നമ്മുടെ പാപ പരിഹാരത്തിനായി രക്തമൊഴുക്കി പ്രാണൻ നൽകി സ്വർഗത്തിലേക്ക് വഴിയൊരുക്കിയതായ ആ കർത്താവിനോടൊപ്പം യുഗങ്ങളോളം, തലമുറയോളം വിശപ്പും ദാഹവും ഇല്ലാത്തവരായി, സന്തോഷവും സമാധാനമുള്ളവരായി, കണ്ണുനീരും ദുഃഖവും ഇല്ലാത്ത സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കർത്താവിനെ വിശ്വസിക്കുവാനിടയായതല്ലാതെ രോഗവും ദുഃഖവും വരാതിരിക്കുവാനും ഒരുപാട് സമ്പത്തുണ്ടാക്കുവാനും കെട്ടിടങ്ങൾ പണിയുവാനും ഒരുപാട് പണം സമ്പാദിച്ചു കൂട്ടുവാനുമാണ്, അതുപോലെ മരിക്കാതിരിക്കുവാനുമാണ് യേശുവിൽ വിശ്വസിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ദൗർഭാഗ്യവാന്മാർ. അവർ ലോകത്തിലുള്ള സകല മനുഷ്യരിലും ദൗർഭാഗ്യവാന്മാരാണെന്ന് ബൈബിൾ പറയുന്നു. വരുവാനുള്ള ശിക്ഷാവിധി ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ശരീരം കൊണ്ട് ചെയ്ത സകലത്തിനും കർത്താവിനോട് കണക്ക് പറയണം. ശാസന ഇല്ല. ദൈവത്തിന്റെ വചനം ശാസിക്കുന്നതിനായി, ബുദ്ധി പറയുന്നതിനായി, ഉപദേശിക്കുന്നതിനായി, മുന്നറിയിപ്പ് നൽകാനാണ് വചനം നൽകിയിരിക്കുന്നത്. വെറുതെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തുവാൻ വേണ്ടി അല്ല. ഉപദേശിക്കണം, ബുദ്ധി പറഞ്ഞു കൊടുക്കണം, മുന്നറിയിപ്പ് കൊടുക്കണം, ശാസിക്കണം, ഉപദേശിക്കണം. ആദ്യം പറഞ്ഞു കൊടുക്കണം, പിന്നീട് ശാസിക്കണം, മുന്നറിയിപ്പ് കൊടുക്കണം, പിന്നെ ബുദ്ധി ഉപദേശിക്കണം, ശിക്ഷിക്കണം. ഇതാണ് അതിന്റെ രീതി. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തിക്കൊണ്ടു വരുമ്പോൾ അവരോട് എന്ത് ചെയ്യണമെന്ന് നാം പറയും. പറഞ്ഞതുപോലെ അവർ അനുസരിച്ചില്ലെങ്കിൽ അവരെ ശാസിക്കാനിടയാകും. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും, അവരെ ശിക്ഷിക്കും, അവരെ അടിക്കും. ചില ആളുകൾ അവരോട് പറയാതെ തന്നെ അടിക്കുവാനിടയാകും. എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. എന്ത് ചെയ്യണമെന്ന് അവരോട് പറയില്ല. എന്താണ് ചെയ്തതെന്ന് പറഞ്ഞവരെ തല്ലാനിടയാകും. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് പറയാൻ അവർക്ക് മറുപടിയില്ല. എന്താണ് ചെയ്യേണ്ടത്? നിന്നെ കണ്ടാൽ തന്നെ അവർ പേടിച്ചോടിപ്പോകാനിടയാകും. കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ വളർത്തുവാനിടയാകുക. നിങ്ങളും ദൈവത്തിന്റെ മക്കളാകുന്നല്ലോ. ദൈവത്തിന്റെ ബാലശിക്ഷ നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ ശിക്ഷണത്തിൽ വളർത്തുവാനിടയാകും. എന്താണ്? യോഹന്നാനെ കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ 6 മാസം മാത്രമാണ് ദൈവവേല ചെയ്തത്. പോകണമെങ്കിൽ പോകട്ടെന്ന് വിചാരിച്ചു. ഐ വോണ്ട് കോംപ്രമൈസ്. രാജാവാകട്ടെ, നീ ഏത് അധികാരിയാകട്ടെ, നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ ആഗ്രഹിച്ചാൽ അത് ന്യായമല്ല. നീ രാജാവായിട്ടിരിക്കുവാൻ യോഗ്യനല്ല. നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ അപഹരിച്ചിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ഹെരോദാവിന് കോപമുണ്ടായി. മകളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് യോഹന്നാന്റെ തല തളികയിൽ കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ചു. എന്താണ്? രക്ഷിക്കുവാൻ വേണ്ടി ഹെരോദാവ് ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തു, ഒരുപാട് പരിശ്രമിച്ചു. ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്താണ്? അവനെ ഒരുപാട് ഭയപ്പെടാനിടയായി. അവനെ സ്നേഹിച്ചു. എന്നാൽ അവക്ക് കൊടുത്ത വാക്കിൻ പ്രകാരം അവിടെ ലോക്കായിപ്പോയി. അവളോട് വാക്ക് പാലിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല, ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല. 6 മാസം ചെയ്തതായ ശുശ്രൂഷ എത്ര വലിയ ശുശ്രൂഷയായി മാറിയെന്നറിയാമോ? ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനിടയായി രക്തസാക്ഷിയായി, ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയിട്ട് ദൈവരാജ്യത്തിൽ പോയി ഇരിക്കുവാൻ ഇടയായി. ഈ കാലത്ത് കാക്കയെപ്പോലെ ഒരുപാട് കാലം ജീവിക്കുന്നതിനേക്കാൾ ദുരുപദേശങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വലിയ ദൈവവേല ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ സേവ ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാകുന്നു. ഒന്നുകിൽ ശീതവാനാകുക, അത്രയുള്ളൂ. ശീതോഷ്ണവാനാകാൻ പാടില്ല. ഒന്നുകിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുക, അല്ലെങ്കിൽ യേശുവിനും എനിക്കും ബന്ധമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോവുക. അതല്ലാതെ യേശുവിന്റെ നാമം പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് എത്ര ഭയങ്കരമാണ്.
സ്നാപക യോഹന്നാനെ നോക്കിയാൽ ദൈവത്താൽ അവന്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ അയക്കപ്പെട്ടവൻ. ആ ജോലി അവൻ ചെയ്യുവാനിടയായി, കർത്താവിന് വേണ്ടി വഴി ഒരുക്കാനിടയായി, കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുവാനിടയായി. യേശുക്രിസ്തു 40 ദിവസങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വെളിയിൽ വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്നാനപ്പെട്ടിട്ട് 40 ദിവസം അങ്ങോട്ട് പോയി. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ അവിടെ ബന്ധിക്കപ്പെട്ടു. യേശുക്രിസ്തു ദൈവവേല ആരംഭിച്ച സമയത്തേക്കും യോഹന്നാൻ രക്തസാക്ഷിയായി മരിക്കാനിടയായി. യഥാർത്ഥമായ സേവ നിലനിൽക്കും. ദൈവദാസന്മാർ നിൽക്കില്ല, ദൈവദാസന്മാർ കാണില്ല, ചർച്ച് കാണില്ല, ബിൽഡിംഗ് എപ്പോഴും കാണില്ല. എന്നാൽ ദൈവത്തിന്റെ സേവ നിലനിൽക്കുന്നു. പ്രസംഗിച്ചതായ വചനം ഫലിക്കാനിടയാകും. ഇന്ന് ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇവിടെയുള്ള യൗവനക്കാരോട് പറയുന്നതായ കാര്യം, മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ യോഹന്നാനെ അറിഞ്ഞ കർത്താവ് അവന് വേണ്ടി ഒരു പദ്ധതി രൂപീകരിച്ചു. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദാവീദിനെക്കുറിച്ച് അറിഞ്ഞതായ ദൈവം അവന് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കി. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ യോസെഫിനെ കുറിച്ച് അറിഞ്ഞതായ കർത്താവ് അവന് വേണ്ടി വലിയ ഒരു പദ്ധതി ഒരുക്കി. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ശൗലിനെ അറിഞ്ഞതായ കർത്താവ് അവന് വേണ്ടി എത്ര വലിയ പദ്ധതി ഒരുക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നിന്നെയും ഈ സന്ദേശം കേൾക്കുന്ന സകല വ്യക്തികളെയും, സഹോദരിമാരെയും, നിങ്ങൾ പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെയും അതുപോലെ. ഞങ്ങളും നിങ്ങളെപ്പോലെയാകും. യേശുക്രിസ്തു വരുമ്പോൾ എങ്ങനെയാണ് നാം ആയിത്തീരുന്നത്? നമ്മൾ മണവാട്ടി സഭയാണ്, അവരും മണവാട്ടി സഭയാണ്. എല്ലാവരും കൂടെ ചേർന്ന് എന്താണ്? അവൻ നമ്മുടെ മണവാളനാകുന്നു, നാം അവനു വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി സഭ. ദൈവവേല എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നത്, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുന്നത്. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെക്കുറിച്ച് പദ്ധതി ചെയ്ത ദൈവത്തിന്റെ ആ ബ്ലൂ പ്രിന്റിനെ, അവന്റെ പദ്ധതിയെ പ്രാവർത്തികമാക്കുന്നതാണ് ദൈവത്തിന്റെ വേല. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം ഭാഗ്യകരമാകും. ഇനിയൊരു കാര്യം, ദൈവത്തിന്റെ പദ്ധതികൾ ഒന്നും തന്നെ നമ്മളിൽ നിറവേറാതെ പിശാച് നമ്മെ ആകർഷിച്ച് നമ്മെ നശിപ്പിക്കുന്നതിനായി, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറ്റുന്നതിനായി, നമ്മെ വഞ്ചിക്കുന്നതിനായി, നമ്മെ തെറ്റായ രീതിയിൽ നടത്തുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം ദൈവത്തിന്റെ വചനങ്ങൾ അറിയുന്ന വ്യക്തികളാണെങ്കിൽ, വചനപ്രകാരം നാം ജീവിച്ചുകൊണ്ട് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിന്റെ ഹിതം തന്നെ എന്റെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ എന്നു നീ നിലവിളിക്കുന്ന വ്യക്തിയാകുന്നു എങ്കിൽ, ദൈവത്തിന്റെ കാവൽ വേലിയും അവന്റെ ഉദ്ദേശങ്ങളും അവന്റെ പദ്ധതികളും നിന്റെ മേൽ അക്ഷരാർത്ഥത്തിൽ നിറവേറാനിടയാകും. ഹല്ലേലൂയ! നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒരു വാക്ക് നമുക്ക് പറയാം. ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപ് തന്നെ എന്നെ കണ്ടതായ കർത്താവേ, മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞവനായ കർത്താവേ, എന്റെ മേൽ നിനക്കുണ്ടായിരിക്കുന്നതായ പദ്ധതികളെ എന്നെ അറിയിക്കണമേ പിതാവേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ നിന്റെ ഹിതം നിറവേറാതെ ഞാൻ നഷ്ടപ്പെട്ടു പോകുന്നു, പാപത്തിൽ അകപ്പെട്ടു പോകുന്നു, കഷ്ടതയിൽ അകപ്പെട്ടു പോകുന്നു. ദൈവമേ, രോഗഭാരത്താലായിരിക്കുന്നു, കടബാധ്യതയിലായിരിക്കുന്നു, പലവിധമായ പ്രശ്നങ്ങളിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവുമില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സാധ്യമാകുന്നില്ല. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് സഫലമാകാനിടയാകും. നീ നല്ലത് തിരഞ്ഞെടുക്കുവാനിടയാകും. നിനക്കെന്താണോ നന്മ അത് ദൈവം നൽകുവാനിടയാകും. യൗവനക്കാരാ, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. മാതാവിന്റെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ഈ ദിവസം നീ ഇവിടെ ആയിരിക്കുന്നത് ആകസ്മികമായിട്ടല്ല, നീ അറിയാതെ അല്ല, നീ ദൈവസന്നിധിയിലായിരിക്കുന്നത് മനസ്സിലാക്കുക. നിന്റെ മേലൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ ഇവിടെ കൂട്ടിവരുത്തുവാനിടയായത്. എത്രമാത്രം നീ ഇത് മനസ്സിലാക്കാതെ ജീവിക്കും? എത്ര കാലം നാമമാത്ര ക്രിസ്ത്യാനിയായി നീ ജീവിക്കും? എത്ര നാൾ നീ ലക്ഷ്യത്തെ അറിയുവാൻ കഴിയാത്തവനായി? എന്തുകൊണ്ടാണ് നീ ജീവിതത്തെ ഇങ്ങനെ മുൻപോട്ട് തള്ളി നിൽക്കുന്നത്? ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുവാനോ അവൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, എന്റെ മേലുള്ള അങ്ങയുടെ ഇഷ്ടം വെളിപ്പെടുത്താമോ എന്നവനോടൊരു വാക്ക് ചോദിക്കാൻ കഴിയില്ലേ? കർത്താവെ, നിന്റെ ഹിതം ഞാൻ നിറവേറ്റാം. അത് കഷ്ടതയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ചെയ്യാം. എന്നെ സ്നേഹിക്കുന്നതായ യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ നൽകിയവനായ യേശുവേ, എന്നെ അറിയുന്ന എന്റെ ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാമെന്ന് ഒരു തീരുമാനമെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൻ നോക്കിക്കൊള്ളും. നിന്റെ സകല പ്രശ്നങ്ങളും അവൻ പരിഹരിക്കും. നീ അന്ധകാരത്തിന്റെ താഴ്വരയിലാണെങ്കിലും നിന്നെ അവൻ നേർവഴിയിൽ നടത്താനിടയാകും. ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുവാനിടയാകും. യൗവനം മുൻപോട്ട് പോകുന്നു, വൃഥാവാക്കി കളയരുത്.
പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ ഞങ്ങളിലേക്ക് നീ നോക്കണമേ. ഏതു ഹൃദയത്തിൽ നിന്നാണോ ഞരക്കമുണ്ടാകുന്നതെന്ന് നീ അറിയുന്നതായ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നതായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയ അന്തരംഗങ്ങളെ അറിയുന്നതായ കർത്താവേ, ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളോട് ദയ കാണിക്കുന്നതായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതായ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി കരയേറ്റുന്നു. എൻ്റെ അടുക്കൽ വരുന്നവരെ ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ലെന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ്. ഞങ്ങളുടെ യൗവനക്കാരിൽ ആരും തന്നെ പിശാചിൽ അകപ്പെട്ട് നശിക്കുവാൻ പാടില്ല ദൈവമേ. ഇനിയും മാനസാന്തരപ്പെടാത്ത മക്കളെയെല്ലാം നീ ദർശിച്ചിട്ട് അവർക്ക് മാനസാന്തരം കൊടുക്കുമാറാകണമേ. ഇന്ന് അവർ ഇവിടെയാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ നീ സഹായിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.